ഹലോ, അസ്സലാമലൈക്കും. അങ്ങനെ ഞാനും എത്തി നമ്മുടെ വെഡ്സ് ഇന്ത്യയിൽ. കരുനാപ്പള്ളിയിൽ എന്താ നിനക്ക് കാര്യമെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. വർക്കലക്കാരിയായ ഞാൻ എങ്ങനെ കരുനാപ്പള്ളി വെഡ്സ് ഇന്ത്യയിൽ പോയത് എന്ന് ചിന്തിച്ചാൽ ഒരന്തവുമില്ല. കാരണം അവിടെ എൻ്റെ അനിയത്തി താമസിക്കുന്ന സ്ഥലമാണ് കരുനാപ്പള്ളി. കരുനാപ്പള്ളിയിൽ പോയിട്ട് വെഡ്സ് ഇന്ത്യ സന്ദർശിക്കാതെ വന്നാൽ, ഒന്ന് കാണാതെ വന്നാൽ അത് ശരിയാകില്ലല്ലോ എന്ന് കരുതി, ഒരു കുഞ്ഞു പർച്ചേസും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതി ഞാനും അനിയത്തിയും മോനും അനിയത്തിയുടെ മോൾ തക്കുച്ചിയും ആയിട്ടൊക്കെ ജസ്റ്റ് ഷോപ്പിൽ പോയി. അവിടെ കയറുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ നമ്മുടെ പാകിസ്ഥാനി കുർത്ത, അതിൻ്റെ സൽവാർ സെറ്റിൻ്റെ മെറ്റീരിയൽസൊക്കെയാണ് അവിടെ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസാണ് കേട്ടോ. ഓരോ സെക്ഷൻ വൈസ് നോക്കിയാൽ സാൻഡൽസിൻ്റെയൊക്കെ പോളി കളക്ഷൻസാണ്. അതുപോലെ തന്നെ ബാഗുകളെക്കുറിച്ച് ഒരുപാട് സ്റ്റോക്ക് ഇല്ലെങ്കിലും ഉള്ളത് ഭയങ്കര കംഫർട്ടായ, ഭയങ്കര ബെറ്ററായിട്ടുള്ള ക്വാളിറ്റിയുള്ള ലെതർ ബാഗ്സ് ആയിരുന്നു. പ്രൈസും വളരെ റീസണബിളാണ്. ഈ ബാഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു മക്കൾസെ. അതുപോലെ തന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, വളരെ സ്പേഷ്യസ് ആണ്, നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ഷോപ്പാണ്. പിന്നെ കരുനാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തിന് ഒത്തിരി പ്രത്യേകത ഉണ്ടെന്ന് പലപ്പോഴും ഞാൻ പറയത്തില്ലേ. അവിടെ എന്താണ് നല്ലതെന്തിനേയും കൈ നീട്ടി സ്വീകരിക്കുന്ന ആൾക്കാരാണ് കരുനാപ്പള്ളിക്കാരെന്ന് പറയുന്നത്. അതുപോലെ വെഡ്സിൻ്റെയും അവർ സ്വീകരിച്ച് കഴിഞ്ഞു എന്നുള്ളത് അവിടുത്തെ ഓൾമോസ്റ്റ് തിരക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ അവിടുത്തെ കളക്ഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം. എല്ലാം റീസണബിൾ റേറ്റാണ് കേട്ടോ. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത്രയും വലിയൊരു ഷോപ്പിൽ ഇത്രയും റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ കിട്ടുമോ, നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുമോ എന്നുള്ളത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. കരിമ്പിൻകാട്ടിൽ ആന കയറിയാലുള്ള അവസ്ഥയുണ്ടല്ലോ, അതാണ് ഞാനൊക്കെ ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയാലുള്ള അവസ്ഥയെന്ന് പറയുന്നത്. പലതും തിരഞ്ഞ് അവസാനം എന്താ ഈ ഒരു ഗൗണിൽ മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിച്ചു. കാരണം കറുപ്പ് നിറത്തോടെ എനിക്ക് ഭയങ്കര ക്രൈസാണ്. അതുമാത്രമല്ല, എനിക്ക് ഇട്ടപ്പോഴത്തേക്ക് ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്തു. ബ്ലാക്ക് കളറുള്ള ഗൗൺ എന്ന് പറയുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ. അതിൻ്റെ പ്രൈസ് നിങ്ങൾക്കൊന്ന് ഊഹിച്ച് നോക്കുക. വളരെ വിലക്കുറവായിരുന്നു. ഞാൻ അതൊരു ഫംഗ്ഷൻ ഇടുകയും ചെയ്തു. ഞാൻ അടുത്തത് പിന്നെ സാധാരണ കോട്ടൺ സൽവാർ സെറ്റിലേക്ക് പോയപ്പോഴും വളരെ കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് കേട്ടോ. വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഐറ്റംസ് അവിടെ കാണാൻ സാധിച്ചു. അതൊക്കെ ഒന്ന് രണ്ടെണ്ണം നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കുക. എല്ലാം 1000-ന് താഴെയാണ് അതിൻ്റെ വില. ഈ എടുത്ത് ഞാൻ കാണിക്കുന്ന എല്ലാത്തിനും 1000-ന് താഴെയാണ് വില. പിന്നെ അവിടുത്തെ സ്റ്റാഫുകളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല മക്കൾസെ. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഇത്രയും നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ ഒരു സ്ഥാപനത്തിന് കിട്ടുക എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഭാഗ്യമാണ്. അവരോട് കുറച്ച് എൻ്റെ ജീവിത അനുഭവങ്ങളും അവർക്ക് കുറച്ച് ഉപദേശങ്ങളും ഒക്കെ ആ കുഞ്ഞൂസുകൾക്ക് കൊടുത്തു. ഓരോരുത്തരും അത് ഞാൻ ഒരാളെ എടുത്ത് പറയില്ല, അതിൽ പലരും നമ്മളെ വീട്ടിലൊരംഗത്തെ പോലെയാണ് അവർ നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം നിന്നത്.
അതുപോലെ ഇതിപ്പോൾ കിഡ്സ് സെക്ഷനാണ്. എനിക്ക് പിന്നെ കിഡ്സ് റിലേറ്റ് ചെയ്ത് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നൈറ്റികളെ കുറിച്ച് പറയുകയാണെങ്കിൽ 99 രൂപ തൊട്ടുള്ള നൈറ്റി അവിടെ അവൈലബിൾ ആണ്. പ്യുവർ കോട്ടൻ്റെ 99 രൂപ മുതലുള്ള നൈറ്റി ഇത്രയും വലിയൊരു ഷോപ്പിലുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു പ്രൊമോഷൻ വീഡിയോയോ ഒന്നുമല്ല, എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ്. മെയിൻ റോഡിൽ തന്നെയാണ്, നമുക്ക് ജസ്റ്റ് ആ വഴി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ആർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. നല്ല അത്യാവശ്യം പാർക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒന്ന് വിസിറ്റ് ചെയ്യുക. വീണ്ടും പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഈ കണ്ട മോളെ കണ്ടോ? ആ മോൾക്ക് എന്നെ അറിയായിരുന്നു, അവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. അപ്പം നമ്മളപ്പോൾ ഒരാൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ തിരിച്ചറിയാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അവരോടൊപ്പം ഒക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ അവർക്കും സന്തോഷമായി. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട 2 ഡ്രസ്സ് ഞാൻ എടുത്തു. പിന്നെ മക്കൾസിനോടൊപ്പം ഫോട്ടോയും ഒക്കെ എടുത്ത് വളരെ ഹാപ്പി ആയിരുന്നു. നല്ലൊരു വൈബിൽ നിന്ന് നമ്മൾ പുറത്ത് പോയതുപോലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തോന്നിയത്. അപ്പോൾ തൽക്കാലം നമുക്ക് വെഡ്സ് ഇന്ത്യയുടെ ആദ്യത്തെ ഒരു പാർട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തന്നതാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമുക്ക് ഇനി കാണാം. അപ്പോൾ തൽക്കാലം ഞാൻ ബൈ പറയുന്നു വെഡ്സ് ഇന്ത്യയോടും മക്കൾസിനോടും. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.